നമസ്കാരം. പ്രധാന വാർത്തകൾ. റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ കിടപ്പ്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 80 രൂപ കുറഞ്ഞു. ഒരു പൗൺ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 10,190 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കൊല്ലത്ത് വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം. കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് രാത്രി 12ഓടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ പുളിമൂട്ടിൽ വീട്ടിൽ ഫാത്തിമയുടെ വീട് തകർന്നു. ശബ്ദം കേട്ട മകനുമായി ഫാത്തിമ വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ഞൊടിയിടയിലാണ് രക്ഷപ്പെട്ടതെന്ന് ഫാത്തിമ പറയുന്നു. കൊല്ലം ഏരൂരിലാണ് സംഭവം. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. പ്രദേശത്ത് അപകടം സ്ഥിരമാണെന്നും പ്രശ്നപരിഹാരം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പയന്തങ്ങാനം സ്വദേശി കെ സുരേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. 50 വയസ്സായിരുന്നു. വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് സുരേഷ് ഭാര്യയെ വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വീടിനുള്ളിലെ പടിക്കെട്ടിനോട് ചേർന്ന ഭാഗത്താണ് സുരേഷ് തൂങ്ങി മരിച്ചത്. ഇന്നലെ രാവിലെ 8 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത്. വാക്കത്തി ഉപയോഗിച്ചാണ് സുരേന്ദ്രൻ ഭാര്യയുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് വെട്ടിയത്. ഗുരുതര പരിക്കേറ്റ സിനി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് സിമി അയൽവീട്ടിലെത്തി കാര്യം പറഞ്ഞു. വിവരമറിഞ്ഞ അയൽവാസികൾ സുരേന്ദ്രനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീടിനകത്ത് തൂങ്ങിയ നിലയിൽ കണ്ടത്. ഇവരുടെ 1.5 വയസ്സും 5 വയസ്സുമുള്ള മക്കൾ അടുത്ത മുറിയിൽ കിടക്കുകയായിരുന്നു. പരിക്കേറ്റ സിനി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാകാം സുരേന്ദ്രൻ ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത്. സംഭവം നടക്കുന്നതിനിടെ കുട്ടികളിൽ ഒരാളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനായി എന്നത്തെയും പോലെ വീടിനടുത്ത് റോഡിലെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കാണാത്തതിനാൽ സിമിയെ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. ഡ്രൈവർ വീട്ടുമുറ്റത്തെത്തി വിളിച്ചെങ്കിലും ആരും പ്രതികരിക്കാത്തതിനാൽ തിരിച്ചു പോവുകയായിരുന്നു. ഏറെക്കാലം പ്രവാസിയായിരുന്ന സുരേന്ദ്രൻ 3 വർഷമായി കുറ്റേക്കോലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെന്നും പോലീസ് പറഞ്ഞു. കോൺഗ്രസിലെ ഒരു ഭാഗം എന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചു. ഒരു അനീതിയും ചെയ്തിട്ടില്ല. ആത്മഹത്യക്ക് മുമ്പുള്ള പഞ്ചായത്ത് അംഗത്തിന്റെ വീഡിയോ സന്ദേശം പുറത്ത്. പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് ജോസ് നല്ലേടത്തിന്റെ അവസാന വീഡിയോ സന്ദേശം പുറത്ത്. പോലീസിന് കൈമാറിയത് ലഭിച്ച വിവരങ്ങളാണ്. തന്നെ ഗൂഢാലോചനക്കാരനായി ചിത്രീകരിച്ചെന്നും ഒരു വിഭാഗം തന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചുവെന്നും ജോസ് പറയുന്നു. പ്രതിസന്ധിയിൽ പാർട്ടി നേതാക്കൾ കൈവിട്ടെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ താൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. ഒരാളിൽ നിന്ന് പോലും അനർഹമായ കാര്യങ്ങൾ നാളിതുവരെ കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. ഈ ആരോപണങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താങ്ങാനാവുന്നതല്ല. സഹായം തേടി എന്നെ സമീപിച്ചവരെ സഹായിച്ചതല്ലാതെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി. ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. കേന്ദ്ര നിയമത്തിൽ ഭേദഗതിക്കാണ് ബിൽ. വരുന്ന സഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചു. നടപ്പിലാക്കിയാൽ വളരെ മികച്ച തീരുമാനമെന്നായിരുന്നു വിഷയത്തിൽ താമരശ്ശേരി ബിഷപ്പിന്റെ പ്രതികരണം. നേരത്തെ എടുക്കേണ്ട തീരുമാനമെന്നും റെമിജിയോസ് ഇഞ്ചാനിയൽ പറഞ്ഞു.